നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാട് മാനിപ്പാടത്ത് 50ഓളം വീടുകളിൽ വെള്ളം കയറി. ദുരവസ്ഥയ്ക്കു കാരണം തോട്ടിലെ VCBക്ക് ഷട്ടർ സ്ഥാപിക്കാത്തതെന്ന് പ്രദേശവാസികൾ. മാനിപ്പാടത്ത് ദാറുൽ ഹുദയ്ക്ക് പിറകവശമുള്ള ഭാഗത്താണ് വ്യാപകമായി വീടുകളിൽ വെള്ളം കയറിയത്. നെച്ചിമണ്ണിൽ റോഡിൽ നിന്നുള്ള ആസാദ് റോഡ് ഭാഗത്താണ് മുഴുവൻ വീടുകളിലും വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ കടലുണ്ടിപ്പുഴയിൽ നിന്നുള്ള വെള്ളം തോടുവഴി എത്തിയതാണ് പ്രദേശം വെള്ളത്തിലാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിരന്തരം മുറവിളി കൂട്ടിയതിനെ തുടർന്ന് തോട്ടിൽ VCB നിർമ്മിച്ചിരുന്നു. എന്നാൽ അതിന് ഷട്ടർ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഷട്ടർ സ്ഥാപിക്കാതെ VCB നിർമ്മിച്ചതുകൊണ്ട് മാത്രം ഉപകാരമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷട്ടർ സ്ഥാപിച്ചിരുന്നെങ്കിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശവാസികൾ നഗരസഭയിലെത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഞങ്ങള് ഒരു 4-5 വർഷമായിട്ട് ഒരു ഷട്ടറിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ പോയിന്ന് തോട്ടുന്നൂടി വെള്ളം ഒലിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഷട്ടർ സംബന്ധമായിട്ട് വിഷയത്തിലും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട അധികാരികൾക്കും ഞങ്ങൾ പോയതാണ്. ഇതുവരെ ശരിയായില്ല. ഇപ്പൊ ഷട്ടർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇപ്പൊ ഫണ്ട് പാസ്സായി ഏതായാലും പണി കഴിച്ചു വന്നപ്പോൾ അവസാനം ഷട്ടർ ഇടാൻ വേണ്ടി ചെന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോയി വരുന്ന ഒരു വരവാണ്. അപ്പോൾ അവിടെ പോയിക്കാണ്ട് കൊണ്ട് നടത്താനുണ്ടായി വരികയാണ്. അപ്പൊ ഈ ഷട്ടറിൽ ഈ പണി ഇപ്പൊ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് ഈ എല്ലാ കൊല്ലം ഞങ്ങൾ ഇത് എടുത്തുവെച്ച് പോകേണ്ട ഒരു അവസ്ഥ, എല്ലാ നമ്മൾ ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അപ്പൊ ഈ ഷട്ടറിന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഷട്ടറിലാണെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞും ചെയ്താണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു അനുഭവം ഞങ്ങൾ ചെയ്യേണ്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അത്രയും വലിയ വിഷമത്തിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ഇവിടെ ഈ തോടില് ഇവിടെ തോടുണ്ട്, ചേറായി തോട് കയറി പോയിന്ന് വരുന്ന വെള്ളം അത് അടക്കാൻ വേണ്ടി പണി കഴിഞ്ഞിരിക്കണേ. അതിന്റെ VCB നിർമ്മിക്ക പണി കഴിഞ്ഞു. ഞാൻ അതിന്റെ അടിയിൽ കൊടുക്കേണ്ട ഒരു ഷട്ടറിന്റെ ഒരു പണിയാണ് ബക്കുള്ളത്. അതുപോലെ ഈ വെള്ളം വരുന്ന മുന്നേ ചെയ്യേണ്ട പണിയായിരുന്നു. അത് ഇവിടെ പാലക്കാടായിട്ട് അതിന് പണി നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ചെയ്തുതരാമെന്ന് പരീക്ഷ വരെ ചെയ്തു. പെട്ടെന്ന് ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ആയത്. ഇന്നലെ വൈകുന്നേരത്തിന്റെ ദിവസമാണ് ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കത്തിന്റെ ഈ ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ അത് ഞങ്ങൾ ഈ പരിസരവാസികൾ മുഴുവനും അത്രയും വിഷമത്തിൽ ഞങ്ങളിപ്പോ മുനിസിപ്പാലിറ്റി പോയിക്കാണ്ട് ഇപ്പൊ അതിന് വെച്ചാറ കൂടിക്കാണ്ട് വരുന്ന അവസ്ഥയാണ്. അപ്പൊ ഇത് എല്ലാ കൊല്ലം ഓരോ കൊല്ലം ഞങ്ങള് കഴിഞ്ഞു കൂടുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഇത് ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഈ അനുഭവം ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ എടുത്തുവെച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ ഏകദേശം ഒരു 10-40-50 വീടോളം ഇപ്പോ പുതിയ താമസക്കാരായിട്ട് കുറെ ആൾക്കാരുണ്ട്. 40 വീടുകളുണ്ട്. ഏകദേശം ഒരു 30 വീടുകളും വെള്ളം കയറും ഇവിടെ. ഈ പുഴയിന്ന് വരുന്ന വെള്ളമാണ്. ആ തടക്കാനാണ് VCBന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ VCBന്റെ അടിയിൽ ഒരു ഷട്ടർ കൊടുക്കാണ്ടായിരുന്നു. ആ പണി വൈകിയതുകൊണ്ടാണ് ഇപ്പൊ ഈ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. കുറെ വീടുകൾക്കാണ് പോണത്. അതിനുള്ള മറ്റുള്ള സംവിധാനം ഒന്നും ഒരു ചെയ്ത് തന്നിട്ടില്ല. ഇത് ഞങ്ങൾ ഇപ്പൊ 8-ാം വാർഡ്, മുമ്പ് 7-ാം വാർഡായിരുന്നു, 8-ാം വാർഡ്. അവരൊക്കെ ഞങ്ങളിപ്പോ ഒരു 10-20 ആൾക്കാർ ഇപ്പൊ ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയിക്കാണ്ട് അവരൊരു 15 ദിവസം കൊണ്ട് തീരുമാനമാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, അത്രേ ഉള്ളൂ. റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ തന്നെയാണ്, ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിലാണ് ഞങ്ങളിത് മുന്നോട്ട് പോണത്. അതേസമയം ഷട്ടർ സ്ഥാപിക്കാൻ നഗരസഭ പദ്ധതി വെച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി ഉടനെ തുടങ്ങുമെന്നും നഗരസഭ ഉപാധ്യക്ഷൻ M. അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. വെള്ളം കയറിയ പ്രദേശങ്ങൾ നഗരസഭ അധികൃതരും വില്ലേജ് ഓഫീസറും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. ഈ ഭാഗത്ത് ഏകദേശം ഒരു 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നന്വേഷിച്ചപ്പോൾ എല്ലാവരും ഒരു ബന്ധുവീടുകളിൽ ഇനി വെള്ളം കൂടിയാണെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ പോകാനായിട്ടാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഈ കാര്യം മുനിസിപ്പൽ ചെയർമാനായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ആവശ്യമെങ്കിൽ ക്യാമ്പ് തുടങ്ങാമെന്ന് പറഞ്ഞു. നിലവിൽ അവര് ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബന്ധുവീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം. ഇനി വെള്ളം കയറുകയാണെങ്കിൽ അവർ മാറും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇനിയും ലൈസൻസ് എടുക്കാത്തതെന്ത്? വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്തതിനാൽ ഇപ്പോഴും ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുകയാണോ? ബൈക്ക്, കാറ്, ഹെവി വാഹനങ്ങൾ എന്നിവയ്ക്ക് പരിചയസമ്പന്നരായ പരിശീലകരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനം ലഭ്യമാണ്. സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ പരിശീലകരുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ പരിശീലന സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവറാകാൻ ഇന്നുതന്നെ ചേരൂ മിൻഷ ഡ്രൈവിംഗ് സ്കൂളിൽ. കുന്നുംപുറം, അച്ചനമ്പലം, കരുവാങ്കല്ല്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ